സൂര്യാസ്തമത്തിന് സമയമായി. വീടിൻ്റെ പുറകുവശത്തുള്ള കണ്ടത്തിലേക്കാണ് അമ്മയും അമ്മയുടെ കസിൻ്റെയും യാത്ര. ഉഴുന്ന് കൃഷി ഉണ്ട് അവിടെ. അപ്പോൾ ഉഴുന്ന് നട്ടാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമുക്ക് ഉഴുന്ന് കിട്ടും, അതിൻ്റെ കൂടെ തോരൻ ഉണ്ടാക്കാൻ ഉഴുന്നിൻ്റെ ഇലയും കിട്ടും. അപ്പോൾ ഏകദേശം മൂക്കാറായ ഇല പറിച്ചെടുത്ത് അമ്മയും അമ്മേൻ്റെ കസിനും അവിടുത്തെ നല്ല കാറ്റും പച്ചപ്പൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. നന്നായി കഴുകിയെടുത്ത്, അതായത് 3-4 തവണ ഈ ഒരു ഇലയെ കഴുകിയെടുക്കണം. കാരണം പൊടിപടലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പം നന്നായി അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെ എടുക്കുക. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്ന് നമ്മൾ ഉഴുന്ന് ഇല പറിച്ചെടുത്താൽ അത് പിറ്റേ ദിവസം തോരൻ ഉണ്ടാക്കിയാൽ ആ ഒരു ഉഴുന്നിലക്ക് ചെറിയൊരു ഇളം മധുരം തോടുകൂടി കഴിക്കാൻ പറ്റും എന്നതാണ്. അതായത് കുറച്ച് വാടിയ ശേഷം, അതായത് ഇന്ന് പറിച്ചെടുത്ത ഇല പിറ്റേ ദിവസം നമുക്ക് കുക്ക് ചെയ്താൽ അതിൽ നിന്ന് ചെറിയൊരു ഇളം മധുരം കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തോരൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. ഒരു ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് തന്നെ കൊപ്പര ഉണക്കി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. അതിലേക്ക് കുറച്ച് ഗാർലിക്കും കുറച്ച് പച്ചമുളകും കുറച്ച് ഉണക്കമുളകും പിന്നെ ചെറുതായി കട്ട് ചെയ്ത ഓനിയനും, ഇത് ഇത്രയും ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ഇല. ഈ രീതി കട്ട് ചെയ്യാൻ എനിക്ക് കിട്ടാറില്ല. അമ്മ അത് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചിരവിയ തേങ്ങയും ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സാധാരണ ഇലത്തോരനിൽ ഇലക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. ആ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ഉപ്പിട്ടാൽ കൂടിപ്പോവും. അപ്പോൾ അത് കുറച്ചിട്ട് നോക്കുക. പിന്നെ നമ്മൾ ടേസ്റ്റൊക്കെ ഇടയ്ക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിലുള്ള ഇലകളൊക്കെ യൂസ് ചെയ്തിട്ട് കഴിച്ചാൽ നന്നായിരിക്കും. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ ടേസ്റ്റ് ഫാക്ടർ ഒന്ന് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് അത് വറുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറേ പേർക്ക് അറിയായിരിക്കും, അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു അറിവായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അടിപൊളി ഉഴുന്നില തോരൻ ഇല്ലെങ്കിൽ ഉഴുന്നില വറവ് റെഡി ആയിട്ടുണ്ട്. പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വീഡിയോസ് അച്ഛനും അമ്മയും കൂടി എടുത്തതാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു തോരൻ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. സൂര്യാസ്തമത്തിന് സമയമായി. വീടിൻ്റെ പുറകുവശത്തുള്ള കണ്ടത്തിലേക്കാണ് അമ്മയും അമ്മയുടെ കസിൻ്റെയും യാത്ര. ഉഴുന്ന് കൃഷി ഉണ്ട് അവിടെ. അപ്പോൾ ഉഴുന്ന് നട്ടാൽ രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമുക്ക് ഉഴുന്ന് കിട്ടും, അതിൻ്റെ കൂടെ തോരൻ ഉണ്ടാക്കാൻ ഉഴുന്നിൻ്റെ ഇലയും കിട്ടും. അപ്പോൾ ഏകദേശം മൂക്കാറായ ഇല